വലിയ യാത്രാക്ലേശം അവിടെ അനുഭവിച്ചിരുന്നതാണ്. വേമ്പനാട് കായലിന് കുറുകെയാണ് 1000 മീറ്ററിലധികം നീളത്തിൽ 1157 മീറ്റർ നീളത്തിൽ ഇങ്ങനെയൊരു പാലം വരുന്നത്. 11 മീറ്റർ വീതിയുണ്ട്. 100 കോടിയോളം രൂപ 100 കോടി ചിലവായി എന്നാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ആദ്യ ബസ് പാലത്തിലൂടെ പുറപ്പെടാൻ പോവുകയുമാണ്. സ്നേഹമോൾ നൈനാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, ആദ്യ ബസ് നിറയെ യാത്രക്കാരാണ്. ആരെല്ലാമാണ് ആദ്യ ബസ്സിലെ യാത്രക്കാർ? രതീഷ്, പെരുമ്പളത്തെ നിവാസികൾ തന്നെയാണ് ആദ്യം പുറപ്പെടാനിരിക്കുന്ന ഈ ബസ്സിലെ യാത്രക്കാർ. ഈ ബസ്സിലെ എല്ലാവരെയും നോക്കൂ, എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരിയാണ്. ഒരു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് ഇവർ ബസ്സിൽ കയറി നിൽക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി എത്തി. ഉദ്ഘാടനത്തിന് ശേഷം ഈ പാലം നാടിന് സമർപ്പിച്ച് കഴിഞ്ഞ് പുറപ്പെടാനിരിക്കുന്ന ആദ്യ ബസ് സർവീസിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ജങ്കാറും ബോട്ടും മാത്രമായിരുന്നു ഈ പെരുമ്പളത്തുകാരുടെ ഇത്രയും നാളത്തെ ആശ്രയം എന്ന് പറയുന്നത്. അവർ സ്വപ്നത്തിൽ പോലും കണ്ടില്ല ഇങ്ങനെ ഒരു ബസ്സിലൂടെ അവരുടെ പെരുമ്പളത്ത്, അവർ താമസിക്കുന്ന പെരുമ്പളം ദ്വീപിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ ചോദിക്കും. ഇവരുടെ പ്രതികരണങ്ങൾ തന്നെയാണ് ഇന്നത്തെ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ടത്. സന്തോഷമായില്ലേ? വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ചിരകാല പ്രശ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിചാരിച്ചിരുന്നോ ഈ ബസ്സിൽ? ഒട്ടും വിചാരിച്ചിരുന്നില്ല. പാലം വരുമെന്നോ ഞങ്ങൾ ഇങ്ങനെ പോകുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ഇതൊരു സ്വപ്നം പോലെയാണ് ഞങ്ങൾക്ക് കാണുന്നത്. അത് പറയുമ്പോൾ ആ കണ്ണ് നിറയാണല്ലേ? അല്ല, അതല്ല, ഞങ്ങളെ അതിന് മാത്രം കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. ഇപ്പൊ ഞാൻ സൗകര്യമായി. അതിനാണ് ഇവിടുത്തെ ആളുകൾക്ക് കണ്ണ് നിറയാതെ ഇവരുടെ യാത്രാ ക്ലേശങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ളത്. ഞങ്ങൾ കേരളം എറണാകുളത്തെ ചോട്ടൂരാളിയാണ്. എന്തിപ്പോ ആടുപെട്ട് അക്കരയ്ക്ക് പോയിട്ടൊക്കെ വന്നെന്നറിയാമോ? ഇവരുടെ ആദ്യ സർവീസിൽ തന്നെ പുറപ്പെടാനായിട്ട് പോവാണ് പെരുമ്പളത്തേക്കല്ലേ? വളരെ സന്തോഷമായി. നിങ്ങളുടെ സ്വപ്നമൊക്കെ ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കുറച്ച് സമയം കൂടെ ഉള്ളൂ. എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം ഞങ്ങളോട് സന്തോഷം? 100%. ഇനിയും തന്നെ LDF സർക്കാർ ഇനിയും ഇതുപോലെ വികസന കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഇനിയും തന്നെ LDF സർക്കാർ. അതാണ് ജനങ്ങളുടെ ആവശ്യം, ഈ നാടിന്റെ ആവശ്യം. അതാണ്, അല്ലാണ്ട് ആവശ്യമല്ല. ബാക്കിയൊക്കെ ഇപ്പോൾ ആട് പറഞ്ഞു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. UDF സർക്കാരൊന്നും എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? അതുപോലെയാണ് ഇപ്പം എന്തെല്ലാം വികസന കാര്യങ്ങളാണ് നടത്തിയത്. വികസനം വേണോ? LDF സർക്കാർ പറയണം. പിണറായി നയിക്കണമെന്നില്ല. അതാണ് കാഴ്ചപ്പാട്. അത് തന്നെയാണ്. ഒരു ബസ് മാത്രമല്ല, എന്റെ പുറകിൽ മറ്റൊരു ബസ്സും കൂടിയിട്ട് ഉദ്ഘാടനത്തിന് ശേഷം 10 സർവീസ് ഒരു ദിവസം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. ഇപ്പോൾ കൂടുതലും ബസ്സിലായിരിക്കുമല്ലേ നിങ്ങളുടെ യാത്ര? ബോട്ട് പെരുമ്പളത്ത് വളരെ ഒരു ഉപകാരമില്ല. പിണറായി സർക്കാരല്ലാണ്ട് ഒരു സർക്കാരെ കൊണ്ട് ഇത് സാധിക്കാത്ത കാര്യമാണ്. വർഷങ്ങളായിട്ട് പൂത്തോട്ടം എറണാകുളം വരെ ഒരു നീന്തൽ മത്സരം വരെ ഒറ്റയ്ക്ക് നടത്തിയിട്ട് പോലും സാധിക്കാത്ത സംഭവമാണ് പിണറായി സർക്കാരെ കൊണ്ട് ഇത് സാധിച്ചേക്കുന്നത്. ഇത് ഏറെ ഒരു സർക്കാരെ കൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഒരു സർക്കാരെ, പിണറായി സർക്കാരെ കൊണ്ട് ആരെക്കൊണ്ടും സാധിക്കില്ല. ഞങ്ങളെ ഉറച്ചു പറയും. ഈ പെരുമ്പളത്തുകാരുടെ നാളുകൾ നീണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നിരവധി സമരങ്ങൾ അവർ ഈ ഒരു പാലം വരണം എന്ന് കാണിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ അവർ ഇവിടെ നടത്തിയിരുന്നു. പാലത്തിന് കുറുകെ നീന്തിയുള്ള സമരം, അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായലിൽ ഒത്ത നടുവിനെ തിരിതെളിച്ചുകൊണ്ടുള്ള സമരം, പ്രതീകാത്മക വള്ളം കെട്ടിയുള്ള സമരം, അങ്ങനെ നിരന്തരം അവർ നടത്തിയ സമരം. ആ സമരത്തിന്റെ ഒക്കെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. അവരുടെ ചിരകാല സ്വപ്നമാണ്. ഇതാ നേരെ കാണുന്നത് മഴവിൽ പാലമാണ്. 7 അഴകല്ല 70 അഴകിലാണ് ഇപ്പോൾ ആ മഴവിൽ പാലം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. ഈ ആളുകളുടെ, അതായത് ഈ പെരുമ്പളത്ത് നിവാസികൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ച ആ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇനി പരിപൂർണമായി പരിഹാരമാകുന്ന. ആദ്യം പുറപ്പെടുന്ന ബസ്സിൽ നാട്ടുകാരെല്ലാം ഉണ്ട്. അവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെയാണ് കണ്ടത്. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.